പാകിസ്ഥാൻ അവരുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ കണ്ണിൽ തങ്ങളും കരുത്തരാണ് എന്ന് വീമ്പ് പറയേണ്ട അവസ്ഥ കൂടി പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനും തയ്യാറാണ് തങ്ങളെന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പാകിസ്ഥാന് ഒരു മുഖം പോയ അവസ്ഥയുണ്ട് നമ്മുടെ ഇന്നലത്തെ തീരുമാനത്തോടെ. എന്നാൽ അവർ ചില ദുർബലമായ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും എസ് കെ എൻ, ഇന്നലെ രാവിലെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണമാണ് ആദ്യം വന്നത്. ഖവാജ ആസിഫ് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനൊരു ആക്രമണം ഞങ്ങൾ അറിഞ്ഞതല്ല, തീവ്രവാദത്തിന് ഞങ്ങൾ പിന്തുണ നൽകുന്നില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അത് സാധാരണ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ഭീകരാക്രമണം നടന്നാലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ആവർത്തിക്കുന്നത്. പക്ഷേ മുംബൈ ഭീകരാക്രമണം അടക്കം നമുക്ക് അനുഭവങ്ങൾ മുന്നിലുണ്ട്. അവർക്കെതിരെ കൃത്യമായ തെളിവുകൾ നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞതാണ്. കസബിൻ്റെയൊക്കെ മൊഴി ലോകം നിന്ന് കണ്ടതാണ്. അതുകൊണ്ട് അത്തരം പാകിസ്ഥാൻ്റെ മുൻ അനുഭവങ്ങളുടെ തുടർച്ച എന്നോണം പാകിസ്ഥാൻ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു. പക്ഷേ രാത്രിയോടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ നയതന്ത്ര ലെവലിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അവർക്ക് വെള്ളം നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ അത് അവസാനിപ്പിക്കുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ അവസാനിപ്പിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാൻകാരും ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വരണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നു. ആർക്കും ഇനി വിസ നൽകുകയുമില്ല. നൽകിയ വിസയൊക്കെ റദ്ദാക്കി 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻകാർ തിരിച്ചു പോകണം എന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ നയതന്ത്ര ഓഫീസിൽ ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ പിൻവലിക്കണം എന്നുള്ള ആവശ്യവും ഇന്ത്യ ഉന്നയിച്ചു. ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് പാകിസ്ഥാൻ്റെ നിലപാടിൽ പിന്നീട് കുറച്ച് മാറ്റം വന്നത്. കുറച്ച് പ്രകോപനപരമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതികരിക്കുന്നത്. പാകിസ്ഥാൻ്റെ IT മന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന, അത് അഭിനന്ദൻ വർദ്ധമാനെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന വന്നത്. ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഇങ്ങനെയായിരിക്കും, അന്ന് ഞങ്ങൾ ചായ കൊടുത്തു വിട്ടു, ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോൾ അവർക്കുണ്ടായ തിരിച്ചടിയിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ ഒന്നുകൂടി പ്രകോപിപ്പിക്കാം എന്ന് കരുതിയാവാം അത്തരമൊരു പ്രസ്താവന അവർ നടത്തി. ഏതായാലും ഇന്നിപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി ചില യോഗങ്ങൾ നടക്കുന്ന ദിവസമാണ്. ഖവാജ ആസിഫ് ഇന്നലെ രാത്രിയോടെ പറഞ്ഞത്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരാൻ പോകുന്നു. അതിൽ എല്ലാ സൈനിക മേധാവികളും പങ്കെടുക്കും. പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഏതായാലും പങ്കെടുക്കുന്നുണ്ട്, ഇതുപോലെ ധനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ ഈ യോഗത്തിലേക്ക് എത്തും എന്നതാണ് അവർ പറയുന്നത്. അതിൽ ഒരു തീരുമാനം, എങ്ങനെ ഇന്ത്യ ഇപ്പോൾ എടുത്ത നടപടികളോട് ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നത് ഇപ്പോഴുള്ള പാകിസ്ഥാൻ്റെ സ്വരം വെച്ച് അവർ ഒരു കീഴടങ്ങാനോ അല്ലെങ്കിൽ ഈ തിരിച്ചടി മനസ്സിലാക്കാനോ തെറ്റിതിരുത്താനോ ഉള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. ഇന്ത്യ ചെയ്തതുപോലെയുള്ള നയതന്ത്ര ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഉപരോധം കണക്കെയുള്ള തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിർത്തി കടന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ ഏതായാലും ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ പോലും അത് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമുക്കറിയാം, സർജിക്കൽ സ്ട്രൈക്ക് ഇതിനു മുമ്പ് നടന്നപ്പോൾ പോലും അത് ഒരു അടുത്ത നിമിഷം ഉണ്ടാക്കിയ ഒരു തിരിച്ചടി ആയിരുന്നില്ല. അതിന് സമയമെടുത്ത് പദ്ധതി തയ്യാറാക്കി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി സൈനികർ തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു അറ്റാക്ക് ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകണം എന്നുള്ളതും അങ്ങനെ ഒരു നിർബന്ധവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഏതായാലും കരുതലോടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അവരുടെ ഈ അതിർത്തികളിൽ കുറച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും കുറച്ചധികം സേനയൊക്കെ അവിടെ വിന്യസിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ പാകിസ്ഥാൻ മീഡിയയിൽ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു നയതന്ത്ര ലെവലിലുണ്ടായ ഒരു തിരിച്ചടിക്ക് എന്ത് മറുപടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് ഈ നിർണായക യോഗത്തിലാകും അറിയാൻ കഴിയുക. എസ് കെ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്നത്.